പേര് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്? സി ഫോൾഡ് എന്നാണ് പറയാം. ഇതിങ്ങനെ ആകുമ്പോൾ ഇംഗ്ലീഷ് ആർത്തവ ശുചിത്വ ബോധവൽക്കരണവും സൗജന്യ മെൻസ്ട്രൽ കപ്പ് വിതരണവും നടത്തി കരുണം കൂട്ടായ്മ. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ അനുസ്മരണാർത്ഥം രൂപം കൊണ്ട കരുണം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മുക്കാട്ടുകരയിൽ സമ്പൂർണ്ണ സാനിറ്ററി നാപ്കിൻ ഫ്രീ ഡോൾ ആക്കുവാൻ ആർത്തവ ശുചിത്വ ബോധവൽക്കരണ ക്യാമ്പ് ഇതിൽ 2ാം ഭാഗം സംഘടിപ്പിച്ചു. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ലക്ഷ്മി നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകുകയും ചെയ്തു. ഒരു മെൻസ്ട്രൽ കപ്പ് അവയർനെസ്, അതിനെ പറ്റിയിട്ടൊരു അവബോധം, അത് എന്താ പറയുക, ഇപ്പം പുതുതായിട്ട് കുറച്ച് കാലമായിട്ട് എന്താ പറയുക കുറച്ചും കൂടെ പോപ്പുലറായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതിനെപ്പറ്റി പലർക്കും വലിയ ധാരണയില്ല. അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ചൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ടോക്ക്. ഇതിൽ കൂടി നിൽക്കുന്നവരിൽ എത്ര പേര് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്? പാഡിനേക്കാളും എന്തുകൊണ്ടും നമുക്ക് സൗകര്യവും ഉപകാരപ്രദവുമാണ് ഈ സംഭവം എന്നുള്ളത് നമുക്ക് ആ 2-3 മാസത്തെ ഒരു ബുദ്ധിമുട്ട് കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് യൂസ് ചെയ്ത ആൾക്കാരോട് ചോദിക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് ഇതിനെ പറ്റി തോന്നിയിട്ടുള്ള ഗുണങ്ങൾ, എന്താ തോന്നിയിട്ടുള്ളത്? അങ്ങനെ ഒരു സംഭവം അവിടെ പീരിയഡ് സാനിറ്ററി നാപ്കിൻസ് നമ്മളത് കത്തിച്ച് കളഞ്ഞാൽ കൂടെ അത് ഫുള്ളായിട്ട് മണ്ണിൽ അലിഞ്ഞു പോകുന്ന സംഭവമല്ല. അതിങ്ങനെ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റ് പോലെ അക്യുമുലേറ്റ് ചെയ്ത് വരുന്ന ഒരു സംഭവമാണ് ഈ സാനിറ്ററി പാഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏകദേശം ഓൾമോസ്റ്റ് ഇപ്പോൾ 2024 87 വർഷത്തോളമായി ഇപ്പോഴും ഇതിൻ്റെ ഒരു ഉപയോഗം ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴേ വരുന്നു. നിങ്ങൾക്കറിയാം, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം പാഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഡിസ്പോസ് ചെയ്യാനുള്ള പ്രശ്നം, പിന്നെ അതായിട്ടുള്ള അലർജിക്കായിട്ടുള്ള റിയാക്ഷൻസ് എല്ലാ പ്രശ്നം. ഇത് ഒരു പാഡിന് ഏകദേശം 60-70 രൂപ വരും ഇക്കോണമിക് യൂസും. ഇതൊരു ഏകദേശം വരുന്നത് 500-600 രൂപയാണ്. നിങ്ങളുടെ ഒരു ലൈഫിൽ നിങ്ങളുടെ മെൻസ്ട്രേഷൻ പറയുന്നത് 30 to 35 ഇയേഴ്സാണ്. ആ ഇയേഴ്സ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഓൾമോസ്റ്റ് 25,000 to അത്രയും പൈസ നിങ്ങളുടെ മെൻസ്ട്രൽ ഇതിനു വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കൊണ്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും തന്നെ എക്കണോമിക്കലാണ്. പിന്നെ നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നോർമൽ ആക്ടിവിറ്റീസ് സാധാരണ ഇപ്പോൾ ചെയ്യാൻ പറ്റും. സാധാരണ പറയാൻ സ്വിമ്മിങ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെൻസ്ട്രൽ കപ്പ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ കഴിയും. പിന്നെ ഇത് വളരെയധികം സേഫാണ്. ആ രീതിയിലുള്ള ഒരു സ്റ്റഡീസാണ് മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് കൂടുതൽ. ഇപ്പോൾ ഗവൺമെൻറ് തന്നെ കൂടുതലായിട്ടും ഇതിനൊരു പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ഡിസ്പോസ് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ, പിന്നെ സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ലഘൂകരിക്കുന്നതായിട്ടാണ് വരുന്നത്. ഇത് നമുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് 3 മെത്തേഡുണ്ട്. പല മെത്തേഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കോമൺലി യൂസ് ചെയ്യുന്നത് മാഡം പറഞ്ഞ പോലെ തന്നെ സി ഫോൾഡ് എന്നാണ് പറയാം. ഇതിങ്ങനെ ആകുമ്പോൾ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ സി പോലെ കാണുന്നതുകൊണ്ടാണ് സി ഫോൾഡ് എന്ന് പറയുന്നത്. അതുപോലെ 7 ഫോൾഡ് പറയും, 7 നടക്കുന്ന രീതിയിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെയും ചെയ്യാം. ഇത് 7 ഫോൾഡ് എന്നാണ്. പിന്നെ വേറൊന്നുണ്ട് 5 ഫോൾഡ് എന്നുള്ളത്. ഇതിങ്ങനെ ആക്കിയ ശേഷം ഇങ്ങനെയും ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് ചെയ്യുന്നത് അതെടുത്തിട്ട് നിങ്ങൾക്ക് മേഡം പറഞ്ഞ രീതിയിൽ ഇൻസേർട്ട് ചെയ്യാം. ഇത് വരുന്നത്. അതുപോലെ തന്നെ ഇത് 4 ഹോൾസ് എന്നുള്ളത് ഇത് മേഡം പറഞ്ഞ വാക്വം, അതിലുള്ള എയർ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ലെങ്ത്ത് ഈ സാധനം സ്റ്റെം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ്. ഇത് പിടിച്ച് ഒരിക്കലും വലിക്കരുത്. വലിച്ചു കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പത്തിലേക്ക് മാറും. ഇത് നിങ്ങൾക്കവിടെ മെൻസ്ട്രൽ കപ്പ് സാധാരണ ഫസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ മേളിലേക്ക് കയറിപ്പോകുന്ന പോലൊരു തോന്നലൊക്കെ ഉണ്ടാകുന്ന പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ വൈഫ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ മോളിലേക്ക്, അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെംസ്. ഇത് പിടിച്ച് വലിക്കരുത്. ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടുന്ന് വാക്വം റിലീസാവും, ദെൻ പുഷിങ് ചെയ്യാം. ഇത് അപ് ടു 12 hours വരെ ബോഡിയിൽ വെക്കുന്നതുകൊണ്ട് കൊടുത്തോ. കരുണം കൂട്ടായ്മ ചെയർമാൻ ജോൺസൺ ജോസ് കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. നിതിൻ ജോസ്, സന്തോഷ് മന്നില, എൻ നന്ദകുമാർ, ഉഷ ഡേവിഡ്, സ്മിത ബിജു എന്നിവർ സംസാരിച്ചു. ന്യൂസ് 95 വേണ്ടി മുക്കാട്ടുകരയിൽ നിന്നും ജോൺസൺ ജോസ് കാക്കശ്ശേരി.